ഈ ഭരണാധികാരികൾ, ശക്തരായ ഭരണാധികാരികളുടെ അഭാവം വാസ്തവത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് വളരെ വെളിച്ചമുള്ള കാലമായിരിക്കാനാണ് സാധ്യത. മുടിയും താടിയും വളർന്നാൽ അവർ ആണെന്ന് വിളിക്കുന്നു, മുടിയും മുലയും വളർന്നാൽ അവർ പെണ്ണെന്ന് വിളിക്കുന്നു. എന്നാൽ ഇവയെക്കുറിച്ചുള്ള അറിവ് ആണോ പെണ്ണോ? ഒരു കൗതുകത്തിന് സ്വന്തം ഭാര്യയുടെ ശിരസില് ഒരു വൈൻ ഗ്ലാസ് വെക്കുകയാണ്. വൈൻ ഗ്ലാസ് വെച്ചിട്ട് തോക്കെടുത്ത് ആ വൈൻ ഗ്ലാസ് കൃത്യമായിട്ട് വെടിവെച്ച് താഴെ ഇടാനായിട്ടുള്ള ഒരു ശ്രമത്തിനിടയിൽ വെടികൊണ്ടത് ഭാര്യയ്ക്ക് തന്നെയാണ്. ചരിത്രം ഇതിൽ വരുന്നത് തലതിരിഞ്ഞ രീതിയിലാണ്. എനിക്ക് നേരെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന നേരെ വ്യത്യസ്തമായുള്ള രീതിയിലാണ് ഇതിൽ ചരിത്രം വരിക. സത്യം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറയുന്ന ഇതിലാണെങ്കിൽ ഇപ്പോ ഒ വി വിജയന്റെ ഖസാക്കിൻ ഇതിഹാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വരുന്നൊരു വാചകമുണ്ട്, സത്യം എന്നാ എന്ന് ചോദിക്കുമ്പോൾ സത്യം പലത് എന്നൊരു വാചകം മറുപടിയാണ് വരിക. ഒരു സത്യമല്ല ഉള്ളത്, പല സത്യങ്ങളാണ്. മൂന്ന് നോവലുകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആദ്യത്തേത് നിലം പൂത്തു മലർന്ന നാട്, രണ്ടാമത്തേത് മുറിനാവ്, മൂന്നാമത്തേത് ഈ ഇടയ്ക്ക് പുറത്തു വന്ന മണൽപ്പാവ. അപ്പൊ ഇതിൽ ഈ മൂന്നാമത്തെ നോവലായ മണൽപ്പാവയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു വാചകം, അതിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഭൂതത്തെ അടക്കം ചെയ്ത ഒരു കുടമാണ് ചരിത്രം, തുറന്നു വിടുന്നത് സൂക്ഷിച്ചു വേണം എന്നാണ്. സ്വയം എടുക്കുന്ന ഒരു കരുതലായിട്ടാണ് ആ കഥാപാത്രം അങ്ങനെ പറയുന്നത്. ഇത് ഈ മൂന്ന് നോവലുകൾക്കും കൂടി ബാധകമാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ചരിത്രം നിരവധി സംഘർഷങ്ങളുടെയും കീഴ്പ്പെടുത്തലുകളുടെയും അധികാര പ്രയോഗങ്ങളുടെയും ഒക്കെ വലിയ വലിയ ആഖ്യാനങ്ങൾ അടങ്ങുന്ന, അവയിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി, പ്രത്യേക ഒരു അധികാര പരിസരത്തിന് വേണ്ടി ഒക്കെ ഈ ചരിത്രത്തെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് വ്യാഖ്യാനിക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്തിനു വേണ്ടി എന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ തീർച്ചയായിട്ടും നോവലിൽ അഡ്രസ്സ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ചരിത്രത്തിൽ നമുക്കിന്ന് സമകാലിക ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത അതാണ്. ചരിത്രം, മിത്ത് തുടങ്ങിയിട്ടുള്ള സംഗതികളുടെ പോലും വ്യത്യാസം ഇല്ലാതാവുകയും മിഥോളജി ചരിത്രമായി മാറുകയും ഒക്കെ ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു അവസ്ഥ ഇന്ത്യക്ക് തന്നെയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്താണ്? ആ ചരിത്രം ഒരു ആഖ്യാന നിർമ്മിതി ആയിരിക്കെ തന്നെ അതിൽ നിന്ന് അദൃശ്യവൽക്കരിക്കപ്പെട്ടു പോയ എന്തെല്ലാം ഘടകങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സംഗതികളെ കുറിച്ചൊക്കെയുള്ള ആലോചനകൾ അതിന്റെ ഭാഗമാണ്. അതാണ് വാസ്തവത്തിൽ നമ്മൾ നോവലുകൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഈ അദൃശ്യവൽക്കരിക്കപ്പെട്ട, ചരിത്രത്തിൽ അദൃശ്യവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പുറത്തായ, അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ വേണ്ടത്ര കണ്ടിട്ടും വേണ്ടത്ര കാണാതെ പോയ തരത്തിലുള്ള ഘടകങ്ങളുണ്ടല്ലോ. അത്തരത്തിലുള്ള ഘടകങ്ങൾക്ക് കൂടുതൽ മിഴിവ് കൊടുത്ത് എഴുതുക അല്ലെങ്കിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് നോവലുകളിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചരിത്രത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ആ പാറ്റേൺ നോവലുകളിൽ ഉണ്ടാവില്ല. അതില് ഈ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതാത് കാലഘട്ടം ഉണ്ടാവും, ആ കാലഘട്ടത്തിലെ ചരിത്ര കഥാപാത്രങ്ങൾ ഉണ്ടാവും, ഒപ്പം തന്നെ നിരവധി ഇമാജിനറി ക്യാരക്ടേഴ്സും ഉണ്ടാവും, ഇമാജിനറി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചരിത്രം എന്ന് പറയുമ്പോൾ ഒരു അക്കാദമിക സ്വഭാവം തീർച്ചയായിട്ടും നോവലിൽ ഉണ്ടാവില്ല. ആ നോവൽ എപ്പോഴും നമുക്ക് വായനയിലൂടെ നമ്മുടെ കൂടി, വായനക്കാരുടെ കൂടി ഭാവന ഉപയോഗിച്ച് പൂരിപ്പിക്കാവുന്ന ഇടങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ നോവലിൽ വരുന്നത്. അപ്പോ ഈ ചരിത്രത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വേണ്ടത്ര പരിഗണിക്കാതിരിക്കണം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമാണ്. ഇത് ആർക്കും ഏത് തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഈ ചരിത്രത്തിലുള്ള സംഭവങ്ങൾ. അപ്പൊ അത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു കരുതൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോ നിലം പൂത്ത് മലർന്ന നാട് എന്ന് പറയുന്ന നോവലാണെങ്കിൽ ഈ സംഘ കാലഘട്ടമാണ്. അതായത് BC 2-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം പൊതുവർഷം 5-6 നൂറ്റാണ്ട് വരെയുള്ളൊരു കാലഘട്ടത്തെയാണ് സംഘകാലം എന്ന് പറയുക. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൽ ഈ ഒരു 4-ാം നൂറ്റാണ്ട് കാലഘട്ടത്തെ, ഒരു 3-4 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് നിലമ്പൂത്ത് മലർന്ന നാൾ എന്ന് പറയുന്ന നോവൽ വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 17 നൂറ്റാണ്ട് മുമ്പ് വരുന്ന ആ ഒരു കാലഘട്ടത്തെ സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ ഭാഷ, അത് നമുക്ക് ഇന്ന് എങ്ങനെയാണ് അന്നത്തെ മനുഷ്യർ സംസാരിച്ചതെന്ന് നമുക്കറിയില്ല.
കാരണം സാഹിത്യകൃതികൾ ലഭ്യമാണെങ്കിൽ പോലും മനുഷ്യരുടെ സംസാര ഭാഷ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികൾ ഒരു നോവൽ എഴുതുന്ന സമയത്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇമാജിനറി ആയിട്ട് ആ കാലഘട്ടത്തിനെ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തോട് ഇണങ്ങും എന്ന് നമുക്ക് ഒരു തോന്നലുള്ള ഒരു ഭാഷയിൽ, ഒരു പ്രത്യേക ഭാഷയിലാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സംഘകാലഘട്ടത്തിൽ എന്ന് പറയുമ്പോഴേക്കും സംസ്കൃതത്തിന്റെ ഒരു അതിപ്രസരം ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല. തമിഴകത്തിന്റെ ഭാഗമാണ്. മലയാളവും തമിഴും ആ രണ്ട് ഭാഷകളായിട്ട് വേർതിരിഞ്ഞിട്ടില്ല. പ്രാചീന തമിഴകത്തെ, പഴയ തമിഴകത്തെ പൊതുവായിട്ടുള്ള ഭാഷ, അല്ലെങ്കിൽ ആ ഭാഷാ പ്രദേശത്താണ് കഥ നടക്കുന്നത്. അപ്പൊ അവരുപയോഗിക്കുന്ന ഭാഷയിൽ തന്നെ ഈ സംസ്കൃതത്തിൽ നിന്ന് വന്ന ഖ ഗ ഘ ഛ ജ ഛ ഠ ഡ ഠ ഥ ദ ഥ ഭ ബ ഭ അതിഖര മൃദുഘോഷാക്ഷരങ്ങൾ എന്ന് പറയും. അങ്ങനെയുള്ള അക്ഷരങ്ങളൊന്നുമില്ല. ഷ ഷ സ ഹ ഇല്ല. അതൊക്കെ സംസ്കൃതത്തിൽ നിന്ന് തമിഴിലേക്ക് വന്നതാണ്, തമിഴിലേക്കും മലയാളത്തിലേക്കൊക്കെ വന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള അക്ഷരങ്ങൾ മുഴുവൻ ഒഴിവാക്കിയിട്ടാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. കാരണം ഇത് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, പല ആൾക്കാരും ഒരു കൗതുകത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് വിചാരിക്കാനിടയുണ്ട്. ചില ആൾക്കാരൊക്കെ ചോദിക്കുകയും ചെയ്തു, എന്തിനാണ് ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ അതിനകത്ത് ഒഴിവാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ റീസൺ ഇതാണ്. സംഘകാലഘട്ടത്തിലെ ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു സ്വഭാവം നമുക്ക് ഈ ഭാഷയിലൂടെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമം ആണ് വാസ്തവത്തിൽ ഈ ഭാഷ ഈ രീതിയിലാക്കുന്നതിന്റെ ഒരു കാരണം. അല്ലാതെ ഈ ഒരു പിടിവാശി പിടിച്ച് ഇന്ന അക്ഷരങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ ഒരു രീതിയല്ല നമ്മൾ ഒരു നോവൽ എഴുതുമ്പോൾ സ്വീകരിക്കുന്നത്. മൃണാവലാകുമ്പം അതിൽ നിന്ന് വ്യത്യാസം വന്നു. 8-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും നടന്ന രണ്ട് കാലഘട്ടത്തിലെ കഥകളാണ് അതിൽ സമാന്തരമായിട്ട് പറഞ്ഞു പോകുന്നത് മൃണാവ് എന്ന് പറയുന്ന നോവലില്. ഇപ്പോ ഈ അതില് 8-ാം നൂറ്റാണ്ടിലാകുമ്പോഴേക്കും അത് സാധാരണ കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏട് എന്നാണ് ആ കാലത്തെ കുറിച്ച് പറയാറുള്ളത്. പക്ഷെ ഇരുളടഞ്ഞ ഏട് എന്നുള്ള ആ പ്രയോഗം ശ്രദ്ധിച്ചാൽ ഒരു കൗതുകമുണ്ട്. എന്തുകൊണ്ടാണ് ആ കാലം ഇരുളടഞ്ഞതാകുന്നത്? ചരിത്രകാരനെ സംബന്ധിച്ച് അത് ഇരുളടഞ്ഞ ഏടാകുന്നത് ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്നതാണ്. ഇത് മറ്റൊരു തരത്തിൽ ആലോചിച്ചാൽ, ഈ ഭരണാധികാരികൾ, ശക്തരായ ഭരണാധികാരികളുടെ അഭാവം വാസ്തവത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് വളരെ വെളിച്ചമുള്ള കാലമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിന്റെ വെളിച്ചമാണ് ഈ നോവലിലൂടെ, ഈ 8-ാം നൂറ്റാണ്ടിലെ കഥയിലൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അതേസമയത്ത് ആ കാലഘട്ടവും ആദർശവൽക്കരിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അധികാര ബന്ധങ്ങളും സങ്കീർണതകളും ഒക്കെ, ജാതി വ്യവസ്ഥ, സംഘകാലഘട്ടത്തിനേക്കാൾ ജാതി വ്യവസ്ഥ കുറെ കൂടി രൂക്ഷമായി. പലതരത്തിലുള്ള മതങ്ങൾ, അതായത് മറ്റേ ഹിന്ദുമതത്തിന്റെ തന്നെ ഭാഗമായിട്ട് പ്രത്യേക വൈദിക പാരമ്പര്യത്തിലുള്ള മീമാംസ, വേദാന്തം തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ, ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങൾ പ്രബലമാകുന്നു. കേരളത്തില് ബ്രാഹ്മണര് ആധിപത്യം ഉറപ്പിച്ച്, അല്ലെങ്കിൽ ആ ഉറപ്പിച്ച് പ്രബലമായി വരുന്ന ഒരു കാലഘട്ടമാണ് 8-ാം നൂറ്റാണ്ട്. അതേസമയത്ത് ഈ പലതരത്തിലുള്ള താന്ത്രിക പദ്ധതികൾ, നാടോടി ആചാരങ്ങൾ, മന്ത്രവാദം, ആഭിചാരക്രിയകൾ, ഇങ്ങനെ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മൃണാവില് ഈ 8-ാം നൂറ്റാണ്ടിന്റെ ഭാഗമായിട്ട് വരുന്നത്. 12-ാം നൂറ്റാണ്ടിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ജാതി വ്യവസ്ഥ കുറെ കൂടി കർശനമാകുന്നു. അതുപോലെ ഈശ്വര ദൈവ സങ്കല്പത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു. ഇപ്പൊ ചാത്തൻ എന്ന് പറയുന്ന ദൈവം 8-ാം നൂറ്റാണ്ടിൽ, ആ നോവലിൽ തന്നെ അത് കുറച്ചുകൂടെ സൂക്ഷ്മമായ വായനയിൽ കൂടുതൽ വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. 8-ാം നൂറ്റാണ്ടിലെ ചാത്തൻ 12-ാം നൂറ്റാണ്ടിലെ അതേ അമ്പലത്തെ കുറിച്ച് അതിൽ പറയുന്നത് ശാസ്താവിന്റെ അമ്പലം എന്നാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഡിഫറൻസ്, ഈ കാലഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതോടൊപ്പം തന്നെ ജാതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. 12-ാം നൂറ്റാണ്ടില് അത്ഭുതകരമായ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിൽ, വടക്കൻ കർണാടകയില് കല്യാണ എന്ന് പറയുന്ന പ്രദേശത്ത്. ഞാൻ ആ പ്രദേശത്ത് കുറെ യാത്ര ചെയ്തു ഈ നോവലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഈ കല്യാണ എന്ന് പറയുന്ന സ്ഥലത്ത് ബസവണ്ണ എന്ന് പറയുന്ന അദ്ദേഹം ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ പൂണൂലൊക്കെ പൊട്ടിച്ചിട്ട് ഈ കർമ്മങ്ങളൊന്നും ചെയ്യാൻ തയ്യാറാവാതെ, മറ്റ് വൈദിക കർമ്മങ്ങളോ ക്ഷേത്ര കർമ്മങ്ങളോ ഒന്നും ചെയ്യാൻ തയ്യാറാവാതെ പോവുകയാണ്, അവിടുന്ന് പോവുകയാണ്. കൂടല സംഘം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യാത്രയാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പിന്നീട് ബിജ്ജള രാജാവ് എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രിയായിട്ട്, പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ നാട്ടിൽ നിന്ന് ജാതി വിവേചനം എടുത്തു കളയുകയാണ്. ഏത് ജാതിയിലും പെട്ട ആർക്കും ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാം എന്ന് പറയുന്ന ഒരു പദ്ധതി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു ഡെപ്ത് കൂടി സാമൂഹിക പ്രവർത്തനത്തിന് നൽകാനായിട്ട് അദ്ദേഹം അല്ലമ പ്രഭു എന്ന് പറയുന്ന അക്കാലത്തെ വലിയൊരു ഫിലോസഫറെ അതിന്റെ ഭാഗമാക്കുന്നു. ഇതിന്റെ ഭാഗമാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള കവയിത്രി അക്കമഹാദേവി. അപ്പൊ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ബസവണ്ണ, അതേപോലെ അല്ലെങ്കിൽ ബസവേശ്വരൻ എന്നും അദ്ദേഹത്തെ കുറിച്ച് പറയും. ബസവണ്ണ, അതേപോലെ അക്കമഹാദേവി, പിന്നെ അല്ലമ പ്രഭു തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട
ഈ കവികളും അതേപോലെ ദാർശനികരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ ജാതി വ്യവസ്ഥയെ പരമാവധി ദുർബലപ്പെടുത്താനായിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതും ഈ 12-ാം നൂറ്റാണ്ടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നമുക്ക് കൗതുകരമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ അവളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉള്ള ഗൊഗ്ഗവ എന്നു പേരായിട്ടുള്ള ഒരു കവയിത്രി, അവര് ഈ കന്നഡ വചന കവിതാ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജാതി വിരുദ്ധ പോരാട്ടത്തിന്റെയും ഒക്കെ ഭാഗമാകുന്നുണ്ട്. വളരെ കൗതുകം തോന്നുന്ന വരികളാണ് വാസ്തവത്തിൽ ഗൊഗ്ഗവയുടേത്. ഒരു കവിതയുടെ അല്ലെങ്കിൽ ചില വരികൾ മാത്രം പറയാം, അതിന്റെ ആശയം മാത്രം പറയാം. മുടിയും താടിയും വളർന്നാൽ അവർ ആണെന്ന് വിളിക്കുന്നു, മുടിയും മുലയും വളർന്നാൽ അവർ പെണ്ണെന്ന് വിളിക്കുന്നു, എന്നാൽ ഇവയെക്കുറിച്ചുള്ള അറിവ് ആണോ പെണ്ണോ എന്നാണ് ചോദിക്കുന്നത്. ഇവയെക്കുറിച്ചുള്ള അറിവ് ആണാണോ പെണ്ണാണോ എന്നാണ് ഗൊഗ്ഗവ ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ എന്താ പറയണ്ടേ, ഈ ലിംഗ വ്യവസ്ഥയെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന, നമുക്കറിയാലോ ഏറ്റവും പുതിയ ഫെമിനിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ ജെൻഡർ എന്ന് പറയുന്ന സംഗതിയെ പ്രശ്നവൽക്കരിക്കുന്നതാണ്. അതിന്റെയൊക്കെ ചില മുൻകാലത്ത് തന്നെ അത്തരത്തിലുള്ള തോന്നലുകൾ ഗൊഗ്ഗവയുടെ പോലുള്ള കവിതകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പോയറ്റാണ്. പക്ഷെ കേരളത്തിൽ നിന്നുള്ള ആളാണ്. അതാണ് അതിനകത്ത് ഏറ്റവും കൗതുകരമായിട്ടൊരു കാര്യം. നമ്മൾ കേരള ചരിത്രം പറയുമ്പോൾ ഗൊഗ്ഗവയെ കുറിച്ച് സംസാരിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ മൃദാവ് എന്ന് പറയുന്ന നോവലിന്റെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് മാറുന്നു. അപ്പോഴാണ് അവർ ജനിച്ചത് അവളൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ പ്രദേശത്തിന്റെ പേര് തന്നെ വളരെ സവിശേഷമാണ്. പക്ഷെ ഞാൻ ഈ അവളൂർ എവിടെയാണെന്ന് കുറെ അന്വേഷിച്ച് നോക്കി, അത് കിട്ടിയില്ല. എവിടെയാണ് ഈ അവളൂർ എന്നുള്ള ഇത് അന്വേഷിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പാലക്കാട് ഒരു അവളൂരുണ്ട്, പക്ഷെ അതാവാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ കന്നഡ വചന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പോയി അതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ പാലക്കാടുള്ള അവളൂരിൽ നിന്ന് ഒരാൾ പോയതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത് വായിച്ചാൽ, അവരുടെ കവിതകളും അല്ലെങ്കിൽ ആ വിവരണങ്ങളും ഒക്കെ വായിച്ചാൽ നമുക്ക് തോന്നുക ഏകദേശം ഒരു ഈ തമിഴ്നാടും കർണാടകവും കേരളവും ചേരുന്ന ആ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കണം ഈ അവളൂർ എന്നുള്ളതിനാണ്. അപ്പൊ ആ പ്രദേശത്തുള്ള ഇമാജിനറി ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇതിൽ ഈ മൃദാവ് എന്നുള്ള നോവലിൽ അവളൂർ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. അപ്പൊ അവളൂർ എന്ന് പറയുന്ന ആ നാട് തിരസ്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ നാടായിട്ടാണ് നോവലിൽ കടന്നു വരുന്നത്. അതായത് ഈ ദുർമരണം സംഭവിച്ച സ്ത്രീകൾ അവരൊക്കെ യക്ഷികളായിട്ട് മാറുന്നു. അപ്പൊ ഈ യക്ഷികൾക്ക് ചെന്ന് താമസിക്കാനുള്ള നിരവധി മരങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമായിട്ടാണ് അവളൂർ. അതൊരു പ്രത്യേക ഒരു സാമൂഹിക വ്യവസ്ഥ തന്നെ അവിടെ രൂപപ്പെടുന്നുണ്ട്. ഈ രീതിയിലുള്ള തിരസ്കരിക്കപ്പെട്ടവരും യക്ഷികളും ഒക്കെ ചേർന്നിട്ടുള്ള, പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയാണ്. അവരുടെയൊക്കെ ഭാഷകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഈ കാലഘട്ടത്തിൽ അവിടെ ഈ നാവ് മുറിക്കപ്പെട്ട ബൗദ്ധര്, ഇങ്ങനെ ആ കാലഘട്ടത്തിലെ മത കലഹത്തെയും കൂടി സൂചിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളും സംഭവങ്ങളും ഒക്കെ അതിൽ വരുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ രീതിയിൽ 8-ാം നൂറ്റാണ്ടിലെ കഥയാണെങ്കിലും 12-ാം നൂറ്റാണ്ടിലെ കഥയാണെങ്കിലും ചരിത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും സാധാരണഗതിയിൽ ചരിത്ര പുസ്തകങ്ങളിൽ കാണാത്ത സംഗതികളായിരിക്കും നോവലിൽ ഉണ്ടാവുക. മാത്രമല്ല അത് ഈ അക്കാദമികമായ ഒരു പഠനത്തിന്റെ രീതിയിലല്ല അത് ചെയ്തിട്ടുള്ളത്. പകരം നമുക്കറിയാമല്ലോ, ഭാഷ എന്ന് പറയുമ്പോൾ ഇമോഷനുമായിട്ട് ബന്ധപ്പെടാതെ ഈ നോവൽ പോലെയുള്ള സ്ഥലത്ത് അതിന് യാതൊരു പ്രസക്തിയുമില്ല. ആ രീതിയിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള, ആ രീതിയിലുള്ള ഭാവനാത്മകമായിട്ടുള്ള, പോയറ്റിക് ആയിട്ടുള്ള, പോയറ്റിക് എന്ന് സ്വയം അവകാശപ്പെടുന്നതായിട്ട് വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഭാഷ സാധാരണഗതിയിലുള്ള ഭാഷ അല്ല, പകരം എന്താണ് കുറച്ചൊരു മാറിയിട്ടുള്ള ഭാഷയിലാണ് ആ നോവലും എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഏത് തരത്തിലും ഞാൻ പറഞ്ഞത്, ഈ ചരിത്രത്തെ നമ്മൾ നോവലിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സംഗതി നോവലിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സർഗാത്മക കൃതിയുടെ ഭാഗമായിട്ട് ആവിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് എന്ന് പറയേണ്ടി വരും. മൂന്നാമത്തെ നോവലായ മണൽപ്പാവ സ്വാഭാവികമായും ആദ്യത്തെ 2 നോവലുകൾ എന്നതുപോലെ ചരിത്രം തന്നെയാണ് പ്രധാന വിഷയമാക്കുന്നത് എന്ന് പറയാം. കാരണം 16-ാം നൂറ്റാണ്ടിൽ ഉള്ള ചില ചരിത്ര സംഭവങ്ങൾ ഈ നോവലിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് വാസ്കോഡഗാമ കേരളത്തിലേക്ക് വരുന്നു. വാസ്കോഡഗാമ കേരളത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന സമയത്ത് പരിചയപ്പെടുന്ന വളരെ യാദൃച്ഛികമായി ഈ കഥയിലേക്ക് വന്നു കയറുന്ന ഗാസ്പർ എന്ന ഒരു കഥാപാത്രം, അത് ഈ 16-ാം നൂറ്റാണ്ടിന്റെ മൊത്തത്തിലുള്ള ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറയുന്ന സംഗതിയെ റെപ്രസെന്റ് ചെയ്യുന്നു നമുക്ക് തോന്നും. ഈ ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ വളരെ വിപുലമായ ഒരു വാക്കാണ്. പക്ഷെ ഞാൻ തൽക്കാലം അതിപ്പോൾ ഉദ്ദേശിച്ചത് മറ്റു പല പ്രദേശങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള ഡിസ്കവറി ഉണ്ടല്ലോ. അപ്പൊ ഇത് ഒരു തരത്തിൽ പറഞ്ഞാല് ഈ ഇദ്ദേഹം ജനിച്ചത് ഒരു സ്പെയിനിൽ എവിടെയോ ഒരു സ്ഥലത്താണ്. കൃത്യം സ്പെയിനിലാണോ പോളണ്ടിലാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഇതിനുശേഷം ഇദ്ദേഹം ജൂതനായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം
മുസ്ലിം ആയിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ബീജാപ്പൂർ സുൽത്താന്റെ ഷാബന്ദറായി അഞ്ചുദ്വീപിൽ താമസിക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം വാസ്കോഡഗാമയുടെ ഒരു നിർബന്ധപ്രകാരം ക്രിസ്ത്യാനിയായിട്ട് മാറുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊക്കെ ഈ ഗാസ്പർ ഡ ഗാമയുടെ ഒരു ഒരു പങ്കുണ്ട്. അതായത് ഇദ്ദേഹത്തെ കുറിച്ചുള്ള കഥകൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിരവധി ഭാഷകൾ അറിയാം. ഏത് നാട്ടിൽ ചെന്നാലും അതായത് നാട്ടിലെ ഭാഷ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയും ഒരു ദ്വിഭാഷി എന്നുള്ള നിലയ്ക്ക് യൂറോപ്യൻ അധികാരികളെ സഹായിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ശേഷി ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ബ്രസീൽ കണ്ടെത്താൻ കബ്രാൾ അവിടെ ചെല്ലുമ്പോൾ ഗാസ്പർ ഡ ഗാമ കൂടെയുണ്ട്. അതുപോലെ അമേരിക്കയിലേക്ക് സാക്ഷാൽ അമേരിക്കോ വെസ്പുച്ചി പോകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഈ പുതിയ പ്രദേശത്തേക്ക് അതിനു മുമ്പ് കൊളംബസ് കണ്ടുപിടിച്ചിരുന്ന അല്ലെങ്കിൽ കൊളംബസ് എത്തിച്ചേർന്നിരുന്ന അമേരിക്കയിലേക്കുള്ള ആ വഴി പറഞ്ഞു കൊടുക്കുന്നത് ഗാസ്പർ ഡ ഗാമയാണെന്ന് പറയാറുണ്ട്. ഇദ്ദേഹം കോഴിക്കോട് വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടതെന്ന് പറയാറുണ്ട്. കൊച്ചിക്കാരിയായിട്ടുള്ള ഭാര്യയുണ്ട്, ഗോവയിലും ഭാര്യയുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു വിചിത്ര കഥാപാത്രമാണ്. വിചിത്ര കഥാപാത്രം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ചെന്ന് ചേരുകയും ദ്വിഭാഷിയായിട്ട് പ്രവർത്തിക്കുകയും ചാരനാണോ അല്ലയോ നമുക്കറിയാൻ പറ്റാതെ പോവുകയും പല മതങ്ങളിൽ ചേർന്ന് ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ ആ കഥാപാത്രത്തിന്റെ ഒരു റഫറൻസ് ഈ 16-ാം നൂറ്റാണ്ടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഈ മണൽപ്പാവയിൽ. അല്ലാത്ത ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ വിശദീകരിച്ച് പറയാൻ കാരണം എന്താ വെച്ചാല് ചരിത്രം എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ഒരാളിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. അല്ലാതെ ആ കാലഘട്ടത്തിലെ മറ്റ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കബ്രാൾ അതുപോലുള്ള ആൾക്കാർ വരുന്നുണ്ട്. മാത്രമല്ല ഗോവയിൽ നടന്ന ഇൻക്വിസിഷൻ അത് അധികം പേര് സംസാരിക്കാത്തൊരു വിഷയമാണ്. അതായത് ഈ ജൂതന്മാര് ഗോവയിലും കൊല്ലപ്പെടുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ. എന്ന് വെച്ചാൽ ഈ ഇൻക്വിസിഷന്റെ ഭാഗമായിട്ട് എന്നുവെച്ചാൽ മതദ്രോഹ വിചാരണ എന്നൊക്കെ നമ്മൾ ദസ്തയേവ്സ്കിയുടെ നോവല് വിവർത്തനം ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് മതദ്രോഹ വിചാരണ എന്നാണ് ഇൻക്വിസിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ആ മതദ്രോഹ വിചാരണ ഗോവയിൽ നടക്കുന്നുണ്ട്. നിരവധി ജൂതന്മാര് അതില് ഈ മതദ്രോഹ വിചാരണയ്ക്ക് അല്ലെങ്കിൽ ഇൻക്വിസിഷന് വിധേയമാവുകയും ഓട്ടോഡാഫയ്ക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. ഓട്ടോഡാഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായശ്ചിത്ത കർമ്മം പോലൊരു സംഭവമാണ്. പക്ഷെ അത് തീയിലിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള വലിയ ക്രൂരതകൾ ജൂതന്മാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ചില സംഗതികൾ ഈ നോവലിന്റെ ഭാഗമായിട്ട് 16-ാം നൂറ്റാണ്ടിന്റെ ഭാഗമായിട്ട് വരുന്നു. ഇതൊഴിച്ചാൽ ബാക്കിയെല്ലാം 21-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഈ സമകാലിക ആയിട്ടുള്ള ജീവിത അന്തരീക്ഷത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് മണൽപ്പാവ എന്ന നോവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ നോവലുകളിൽ കാണുന്ന ഭാഷയുടെ പ്രാചീനതയോ സങ്കീർണതയോ ഒന്നും ഈ നോവലിലെ ഭാഷയ്ക്കില്ല. ഇത് ഈ സമകാലികമായ ഒരു നോവൽ എന്നുള്ള നിലയ്ക്കാണ് ഇത് ആ രീതിയിൽ വരുന്നത്. സിനിമയുടെയും മറ്റൊക്കെ അന്തരീക്ഷം, അതേപോലെ ലഹരിയുടെ അന്തരീക്ഷം, പിന്നെ ഈ എന്താണ് ഈ പോപ്പ് മ്യൂസിക്കിന്റെ വെസ്റ്റേൺ പോപ്പ് മ്യൂസിക്കിന്റെ അന്തരീക്ഷം, അങ്ങനെ ഇവയുടെ അന്തരീക്ഷത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണ്. അതിന്റെ കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം ഇതിൽ വരുന്നത് തലതിരിഞ്ഞ രീതിയിലാണ്. അല്ലെങ്കിൽ നേരെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നതിന് നേരെ വ്യത്യസ്തമായുള്ള രീതിയിലാണ് ഇതിൽ ചരിത്രം വരിക. നമുക്കിപ്പോൾ കൊളോണിയൽ ആധിപത്യ കാലമാണ് ഈ 16-ാം നൂറ്റാണ്ട്. വാസ്കോ ഡ ഗാമ കേരളത്തിൽ വരുന്നതോടുകൂടി ഇന്ത്യയിൽ പോർച്ചുഗീസ് കൊളോണിയലിസത്തിന്റെ ആരംഭം ആണ് ഉണ്ടാവുന്നത്. പോർച്ചുഗീസ് കൊളോണിയലിസം വരുന്നു, പിന്നീട് ഡച്ചുകാർ വരുന്നു, പിന്നീട് ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങൾ കീഴടക്കുകയും ഭരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇങ്ങോട്ടുള്ള കീഴടക്കലിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സാധാരണഗതി സംസാരിക്കാറുള്ളത്. എന്നാൽ 1950-കൾ മുതൽ ഒരു മറ്റൊരു തരത്തിലുള്ള സാംസ്കാരികമായ കീഴടക്കൽ ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയില് അല്ലെങ്കിൽ യൂറോപ്പിനെ ആകെ തന്നെ ബാധിച്ച ചില പ്രസ്ഥാനങ്ങൾ. ആ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് ആകുന്നത് ഇന്ത്യ ആണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഹിപ്പി കൾച്ചർ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ബോബനും മോളിയും ആ സീരീസ് ഉണ്ടല്ലോ, ആ സീരീസിലെ കാർട്ടൂൺ സീരീസ് ആണല്ലോ. അപ്പൊ അതില് ഈ അപ്പി ഹിപ്പി എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോ ഈ ഹിപ്പി കൾച്ചറിനെ ഇന്ത്യയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ അരാജകമായിട്ട് ഇവിടെ വന്ന് ജീവിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മടങ്ങുന്ന കുറെ വിദേശികൾ മയക്കുമരുന്നു അങ്ങനെയൊക്കെയുള്ള സംഘങ്ങളും കഴിക്കുകയൊക്കെ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ച് മടങ്ങിപ്പോയ കുറെ വിചിത്ര ഭ്രാന്തന്മാരും തോന്നിക്കുന്ന തരത്തിലുള്ള അരാജകമായിട്ട് ജീവിച്ച വൃത്തിയില്ലാത്ത കുറെ വിദേശികൾ എന്നുള്ള നിലയ്ക്കാണ് ഈ ഇവരെ കുറിച്ചുള്ള ഒരു ഇന്ത്യൻ ധാരണ കൂടുതൽ വികസിച്ചു വന്നിട്ടുള്ളതെന്ന് തോന്നാറുണ്ട്. ഒരു സമകാലിക നോവൽ ആയതുകൊണ്ട് തന്നെ വളരെ റീസെന്റ് ആയിട്ടുള്ള അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഈ നോവലില് പ്രധാനമായിട്ട് വരുന്നത്.
അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ കൊളോണിയലിസം ആണ് ഈ നോവലിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയാം. അതിന്റെ 16-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ആണ് നമുക്ക് ഒരു കൊളോണിയൽ പീരീഡ് എന്ന രീതിയിൽ പറയാറുള്ളത്. അതിനുശേഷവും പിന്നെ സാംസ്കാരികമായ കൊളോണിയൽ ബാധ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ കൊളോണിയലിസം അവസാനിക്കാത്ത ഒരു പോസ്റ്റ് കൊളോണിയൽ അന്തരീക്ഷത്തിൽ പോലും കൊളോണിയലിസത്തിന്റെ ഒരു ഘടകം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഉള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷമാണ് ഈ നോവലിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 16-ാം നൂറ്റാണ്ടിലെ കഥ പറയുമ്പോൾ അതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗാസ്പർ ഡ ഗാമ പോലെയുള്ള ഒരു കഥാപാത്രത്തെയാണ് പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ, 20-ാം നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ സമകാലികമായ ചരിത്രം പറയുമ്പോൾ, അല്ലെങ്കിൽ സമീപകാലത്തെ ചരിത്രം പറയുമ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ ഇങ്ങോട്ടുള്ള ഒരു ചരിത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്റെ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, കൊളോണിയലിസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ പോർച്ചുഗീസുകാരുടെയോ ഡച്ചുകാരുടെയോ ഫ്രഞ്ചുകാരുടെയോ ഇംഗ്ലീഷുകാരുടെയോ ഒക്കെ ആധിപത്യം, ഇന്ത്യയുടെ മേലുള്ള ആധിപത്യം എന്നുള്ള നിലയ്ക്കാണ് നമ്മളതിനെ കാണാറുള്ളത്. പക്ഷെ ഈ നോവലിൽ ട്രീറ്റ് ചെയ്യുന്ന ഈ പീരീഡിന്റെ പ്രത്യേകത, ഇവിടെ ഇന്ത്യ ഒരു സാംസ്കാരിക അധിനിവേശം നടത്തുകയാണ് വെസ്റ്റിന്റെ മുകളിൽ, അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളുടെ മുകളിൽ, യൂറോപ്പും അമേരിക്കയും ഉൾപ്പെടുന്ന പാശ്ചാത്യ സമൂഹങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ അവരുടെ മേലൊരു സാംസ്കാരിക അധീശത്വം നടത്തുക എന്ന് പറയുന്ന ഒരു തിരിച്ചുള്ളൊരു പ്രക്രിയ. അതിനാണ് ഇവിടെ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബീറ്റ് ജനറേഷൻ, ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലുള്ള ബീറ്റ് ജനറേഷൻ ഇപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില എഴുത്തുകാരെന്ന് പറയുന്നത്, ഒന്ന് അലൻ ഗിൻസ്ബർഗ് ആണ്. അലൻ ഗിൻസ്ബർഗിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഹൗൾ എന്ന് പറഞ്ഞിട്ട്. അത് തന്നെ വളരെ തന്റെ ബുദ്ധിജീവികളെല്ലാം ഇപ്പോൾ, അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്റെ പരിചയക്കാരായിട്ടുള്ള ബുദ്ധിജീവികളൊക്കെ ജയിലിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കവിത തുടങ്ങുന്നത്. അതുപോലെ വളരെ ഒരു വിധ്വംസകമായ സ്വഭാവമുള്ള കവിതയാണ് ഹൗൾ. അതേപോലെ തന്നെ ഭരണകൂടത്തോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട്, അമേരിക്കൻ ഭരണകൂടത്തോടുള്ള നിലപാട് എന്നൊക്കെ പറഞ്ഞാൽ, അത് അമേരിക്ക തുടങ്ങിയിട്ടുള്ള കവിതകളിലൂടെ ഗിൻസ്ബർഗ് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ അരാജകമായിട്ട് ജീവിച്ചതാണ് അദ്ദേഹം. ഈ മറ്റേ സ്വവർഗ ലൈംഗികതയിൽ പ്രത്യേകിച്ച് ആ കാലത്ത് തന്നെ വളരെ പ്രശസ്തനായിരുന്ന പീറ്റർ ഓർലോസ്കി ആയിട്ട് ആ രീതിയിലുള്ള ഒരു സ്വവർഗ ലൈംഗിക ബന്ധം പുലർത്തുക. പിന്നെ മാത്രമല്ല, ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കേണ്ടതില്ലാത്ത നിരവധി തരത്തിലുള്ള ഈ ലൈംഗിക ബന്ധങ്ങളും വളരെ അരാജകമായ ലഹരിയുടെ ഉപയോഗത്തിന്റെ ഒരു വലിയ വിശദാംശം, അങ്ങനെയൊക്കെ നിരവധി അല്ലെങ്കിൽ പല പല തരത്തിൽ അരാജകമായിട്ട് ജീവിക്കുകയും അതേസമയത്ത് ഇന്ത്യയെ സ്വപ്നം കാണുകയും ചെയ്യുക. അതായത് ഇദ്ദേഹം ഈ ന്യൂയോർക്കിൽ വെച്ചിട്ട് പണ്ഡിറ്റ് രവിശങ്കറിന്റെ സഹോദരനായ ഉദയശങ്കറിന്റെ നൃത്തം കണ്ടിട്ടാണ് ഇന്ത്യയോട് ഒരു വലിയ ആവേശം അദ്ദേഹത്തിന് തോന്നുന്നത്. പിന്നീട് ഭഗവത്ഗീത വായിക്കുന്നു. ഇങ്ങനെ ആ രീതിയിൽ ഇന്ത്യയോടുള്ള വലിയ ആവേശം മനസ്സിൽ സൂക്ഷിക്കുകയും അധികം വൈകാതെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുകയാണ്. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അലഞ്ഞിരിഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് വളരെ യാദൃശ്യമായിട്ട് അദ്ദേഹം കൽക്കട്ടയിലെ ഒരു ഇന്ത്യൻ ഗ്രൂപ്പിനെ കണ്ടുമുട്ടുന്നത്, ഹംഗ്രിയലിസ്റ്റ് കവികൾ എന്ന് പറഞ്ഞിട്ട്. മലായ് റോ ചൗധരി, പിന്നെ ശക്തി ചതോപാധ്യായ, ഹാരാധൻ, ഇങ്ങനെയുള്ള ദേബി റോയ് തുടങ്ങിയിട്ടുള്ള കവികൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി കവികൾ അടങ്ങിയിട്ടുള്ള ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റ്, ആ മൂവ്മെന്റിലുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നത്. വാസ്തവത്തിൽ ബീറ്റ് ജനറേഷന് സമാന്തരമായിട്ട് തന്നെ ഇന്ത്യയിൽ സംഭവിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പറഞ്ഞ ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റ്. എന്നാൽ നമ്മൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച് സംസാരിക്കാറുള്ളൂ. പുസ്തകങ്ങളൊക്കെ വളരെ കുറവാണ്. ഇതിലെ പല കവിതകളും നമുക്ക് ഇംഗ്ലീഷിൽ അന്വേഷിച്ചാൽ പോലും കിട്ടില്ല. അത്രയ്ക്ക് അപ്രസിദ്ധമായി തീർന്നിരുന്ന, എന്നാൽ ഒരേ സമയത്ത് ജിൻസ്ബർഗിനെ പോലെ ഒരാളെ അത്രയേറെ ആകർഷിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യൻ ജേണലിൽ, അദ്ദേഹം ഇത് ഇടം തിരിച്ചു പോയതിനു ശേഷം ഈ ഹംഗ്രിയലിസ്റ്റ് കവികളെ അമേരിക്കൻ യുവത്വത്തിന് പരിചയപ്പെടുത്താനായിട്ട് വലിയ ആവേശമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ മാത്രമല്ല, മലായ് റോ ചൗധരി എന്ന് പറയുന്ന ഈ കവി അദ്ദേഹത്തിന്റെ സ്റ്റാർക്ക് ഇലക്ട്രിക് ജീസസ് എന്ന് പറയുന്ന കവിത എഴുതിയതിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതാണ്. ആ രീതിയിലാണ് ഇന്ത്യയിൽ ഹംഗ്രിയലിസ്റ്റ് കവികളെ ട്രീറ്റ് ചെയ്തത്. അമേരിക്കയിൽ ബീറ്റ് ജനറേഷൻ കവികൾ ജീവിച്ച ഒരു ജീവിതം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വില്യം എസ് ബറോസ് എന്ന് പറയുന്ന നോവലിസ്റ്റ് പ്രത്യേകിച്ച് ഇതിന്റെ ഭാഗമായിരുന്നു. ഗിൻസ്ബർഗിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ആളാണ് വില്യം എസ് ബറോസ്. നേക്കഡ് ലഞ്ച് എന്ന് പറയുന്ന നോവൽ എഴുതിയ വില്യം എസ് ബറോസ്. അദ്ദേഹം ഒരു കൗതുകത്തിന് സ്വന്തം ഭാര്യയുടെ ശിരസിൽ ഒരു വൈൻ ഗ്ലാസ് വെക്കുകയാണ്. വൈൻ ഗ്ലാസ് വെച്ചിട്ട് തോക്കെടുത്ത് ആ വൈൻ ഗ്ലാസ് കൃത്യമായിട്ട് വെടിവെച്ച് താഴെ ഇടാനായിട്ടുള്ള ഒരു ശ്രമത്തിനിടയിൽ വെടികൊണ്ടത് ഭാര്യയ്ക്ക് തന്നെയാണ്. അങ്ങനെയാണ് ഭാര്യ
കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലെ തോക്കുകൊണ്ടാണ് ഭാര്യ കൊല്ലപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ എന്താ പറയണ്ടേ, നമുക്ക് വേറൊരു തരത്തിൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ജീവിച്ച ആളുകളാണ് ഇവരൊക്കെ. ആ അവരൊക്കെ ഈ ബീറ്റ് ജനറേഷന്റെ ആ ഒരു അരാജക സ്വഭാവത്തിന്റെ ആ ഒരു തണലിൽ വളരെ പ്രശസ്തരായ കവികളും പ്രശസ്തരായ നോവലിസ്റ്റുകളും ഒക്കെ ആയിട്ട്, പ്രത്യേകിച്ച് അതിനകത്ത് ഈ ബീറ്റ് ജനറേഷന്റെ ഭാഗമായിട്ടുള്ള വേറൊരു പ്രധാനപ്പെട്ട ആള് ജാക്ക് കെറുവാക്ക്. ജാക്ക് കെറുവാക്കിന്റെ ഓൺ ദ റോഡ് എന്ന് പറയുന്ന നോവല്, അതാണ് പിന്നീട് ഹിപ്പി കൾച്ചറിനെ വളരെ ശക്തമായി സ്വാധീനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ പശ്ചാത്തലം ഈ ബീറ്റ് ജനറേഷൻ ഉണ്ട്. അതേസമയത്ത് ഈ ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റുമായിട്ട് ഇതിന് വളരെ ഡീപ്പായിട്ടൊരു അറ്റാച്ച്മെന്റും ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ബീറ്റ് ജനറേഷൻ അമേരിക്കയെ ചെയ്തതിന് സമാന്തരമായി തന്നെ വേറൊരു കൗണ്ടർ കൾച്ചർ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ബംഗാളിൽ അവതരിപ്പിക്കുകയാണ്. ഈ ബംഗാൾ മാത്രമല്ല, ബംഗാൾ, ഒറീസ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യാപിച്ചു നിന്ന, ഏകദേശം അതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ കാരണം വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ തന്നെ അത് അടിച്ചമർത്തപ്പെടുകയുമാണ്. എന്നാലും ഗിൻസ്ബർഗിനെ പോലുള്ള ആളെ, അല്ലെങ്കിൽ ഒക്ടേവിയോ പാസിനെ പോലെ പിന്നീട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒക്ടേവിയോ പാസിനെ പോലുള്ള ആളെ അത്രയേറെ ആകർഷിച്ച ഒരു മൂവ്മെന്റാണ് ഈ ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റ്. ഞാൻ വളരെ സങ്കടകരമായിട്ടൊരു കാര്യം പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഈ ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് അതിലെ പ്രധാനപ്പെട്ട കവിയായിട്ടുള്ള മലയറ ചൗധരി, ഓരോരുത്തരെ കുറിച്ച് അന്വേഷിച്ച് കഴിയുമ്പോഴേക്കാണ് മലയറ ചൗധരി ഇതിനകത്ത് തന്നെ ഏറ്റവും പ്രശസ്തനായ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർക്ക് ഇലക്ട്രിക് ജീസസ് എന്ന കവിത എഴുതിയതിന് ജയിൽവാസം അനുഭവിച്ച, മറ്റൊരിക്കല് എന്താണ് വരുതിക്ക് നിൽക്കണം എന്നുള്ള രീതിയിൽ കോടതി സംസാരിച്ചപ്പോഴേക്കും അവിടെ ശബ്ദമുയർത്തുകയും കവിത ഉറക്കെ ചൊല്ലുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, അങ്ങനെ വളരെ വിക്ഷോഭകരമായ ഒരു ജീവിതം നയിച്ച മലയറ ചൗധരി. അപ്പോൾ മലയറ ചൗധരിയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിയുമ്പോഴേക്കും അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ, കാരണം 50കളിൽ 60കളിൽ നടന്ന സംഭവമാണ്. അതിൽ ആ മൂവ്മെന്റിലെ വേറെ ആരും അങ്ങനെ ഇപ്പോൾ സജീവമായിട്ട് അമേരിക്കയിലാണെങ്കിൽ പോലും ഇല്ല. ഗിൻസ്ബർഗോ അല്ലെങ്കിൽ കെറുവാക്കോ അവരാരും ഇല്ലല്ലോ. അപ്പൊ ഈ മലയറ ചൗധരി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു വലിയ എക്സൈറ്റ്മെന്റ് തന്ന ഒരു അറിവായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തില് മലയറ ചൗധരിയായിട്ട് കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹത്തിന് മെയിൽ അയച്ചു ആദ്യം. അതിനുശേഷം അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാൻ അനുവാദം വാങ്ങി. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു, ഞാൻ ഇതേപോലെ ഇന്ന തരത്തിലൊരു നോവൽ എഴുതുകയാണ്, അങ്ങയെ ഇതില് കഥാപാത്രമാക്കാനുള്ള ഒരു അനുവാദം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചാൽ എന്താണ് സംഗതി എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് എഴുതുന്നതെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല ഹംഗ്രിയലിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ചുള്ള നിരവധി ഡോക്യുമെന്റ്സ് എനിക്ക് അദ്ദേഹം അയച്ചു തരികയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള ഇതേപോലുള്ള പ്രവർത്തനങ്ങളുടെ കുറേയേറെ ഡോക്യുമെന്റ്സ് അദ്ദേഹം എനിക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെ വളരെ അദ്ദേഹം ഈ നോവലൊരു കഥാപാത്രമാണ്. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ നോവൽ എഴുതി ഏകദേശം പൂർത്തിയാകുന്ന ഒരു സമയമായപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഈ വിവരം മലയറ ചൗധരിയെ അറിയിക്കാം. പക്ഷെ അദ്ദേഹം എവിടെയാണെന്നുള്ള കൃത്യം ഒന്ന് കണ്ടെടുത്തണമല്ലോ, അദ്ദേഹത്തെ കുറിച്ച് ഒന്നുകൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് 3 മാസം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി എന്നാണ്. അപ്പോ സത്യത്തിൽ ഞാൻ അത്രയും ഷോക്കിലായിപ്പോയി. കാരണം വെച്ചാൽ അദ്ദേഹമായിട്ട് ആ രീതിയിൽ വളരെ അടുത്ത, പക്ഷെ എപ്പോഴും നിരന്തരം കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നീട് അങ്ങനെ ബന്ധപ്പെട്ടില്ല. പക്ഷെ ഈ നോവൽ ഏകദേശം പൂർത്തിയാകാറാകുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് വളരെ യാദൃശ്യമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചുപോയവർ അറിയുന്നത്. ഞാനൊന്ന് ഒരു വളരെ സങ്കടത്തോടെ പറയുന്നൊരു കാര്യമാണ്, ഇതെന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെയുള്ളൊരു സംഗതിയെക്കുറിച്ചും ഇന്ത്യൻ സമൂഹമോ ഇന്ത്യൻ മാധ്യമങ്ങളോ ഒന്നും ബോധേടല്ല. മലയറ ചൗധരിയെ പോലൊരു പോയിട്ട് മരിച്ച കാര്യം പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതിന് പകരം ഞാൻ വളരെ നിസ്സാരമായ വേറെന്തെങ്കിലും, എന്നെ സംബന്ധിച്ച് യാതൊരു പ്രസക്തി എനിക്ക് തോന്നാത്ത പല കാര്യങ്ങളും എനിക്ക് നേരിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ രീതിയിലുള്ളൊരു സാംസ്കാരികമായ ഒരു അലസത, അത് നമ്മുടെ ഒരു സവിശേഷതയായിട്ട് ഈ അടുത്ത കാലത്ത് കൂടുതലായി വളർന്ന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയറ ചൗധരിയുടെ ഈ കഥ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഈ രീതിയിലെങ്കിലും അത് സൂചിപ്പിച്ചത്. അദ്ദേഹത്തിനാണ് ഈ നോവൽ സമർപ്പിച്ചിരിക്കുന്നത്, മലയറ ചൗധരിക്കാണ് ഈ നോവൽ സമർപ്പിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞ എന്താ വെച്ചാൽ ഇതിന് ശേഷം വരുന്ന ഹിപ്പി കൾച്ചറിനാണെങ്കിലും ഇന്ത്യൻ സംസ്കാരത്തിന്റെ വലിയ സ്വാധീനം അതിനു മുകളിലുണ്ട്. കാരണം കാലിഫോർണിയയിൽ 1960കളിലും 70കളിലുമായിട്ട് നടക്കുന്ന ഹിപ്പി മൂവ്മെന്റ്, ഈ ഹിപ്പി മൂവ്മെന്റില് ആ കാലഘട്ടത്തില് ഇന്ത്യൻനെസ്സിനോട്, ഇന്ത്യൻ ആത്മീയതയോട്, ഇന്ത്യൻ മന്ത്രവാദത്തോട് ഇവർ ഇമാജിനറി ആയിട്ടുള്ള ഇന്ത്യ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുകയാണ്. ആ ഇന്ത്യ അത് ഇവരെ സാംസ്കാരികമായിട്ട് അങ്ങോട്ട് സ്വാധീനിക്കുകയാണ്. ഇവര് ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന സംഗീതത്തില് തബല പോലെ,
അതുപോലെ സിത്താർ പോലെ ഒക്കെയുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. അത് അമേരിക്കൻ പോപ്പ് മ്യൂസിക്കിൽ ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ബീറ്റിൽസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ബാൻഡിന്റെ നോർവീജിയൻ വുഡ് എന്ന് പറയുന്ന പാട്ട്, നോർവീജിയൻ വുഡ് എന്നുള്ള പേരിൽ വളരെ പ്രശസ്തമായ നോവലും ഉണ്ടെന്ന് അറിയാമല്ലോ, മറ്റേ മുറക്കാമി എഴുതിയിട്ടുള്ള നോവല്. ഈ നോർവീജിയൻ വുഡ് വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടാണ്, ബീറ്റിൽസിന്റെ പാട്ടാണ്. ആ പാട്ടില് അതില് ഈ ജോൺ ലെനന്റെ കൂടെ ആ പാട്ട് പാടുന്നതിന് അല്ലെങ്കിൽ പാടുന്നതിനും ഗിറ്റാർ വായിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്ന ജോർജ് ഹാരിസൺ സിത്താറാണ് വായിക്കുന്നത്, സിത്താറാണ് ഇതിൽ വായിച്ചിരിക്കുന്നത്. ഐ വൺസ് ഹാഡ് എ ഗേൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പാട്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ രീതിയിലുള്ള അങ്ങോട്ടുള്ള ഒരു വലിയ സ്വാധീനമോ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ വലിയ ആവേശമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് മഹാവിഷ്ണു, ശക്തി എന്നൊക്കെ പറയുന്ന നിരവധി ബാൻഡുകൾ അവിടെ ഉണ്ടാകുന്നു. ലക്ഷ്മി നാരായണനെ പോലെ ഉള്ള സംഗീതജ്ഞര് അങ്ങോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള എൽ സുബ്രഹ്മണ്യം, എൽ ശങ്കർ തുടങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞര് അമേരിക്കയിലേക്ക് പോകുന്നു. ഇവിടുന്ന് TH വിനായകറാമിനെ പോലെ വളരെ പ്രശസ്തരായിട്ടുള്ള നിരവധി, പണ്ഡിറ്റ് രവിശങ്കർ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ ഹിപ്പി കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിരവധി ക്ലബ്ബുകളിൽ അദ്ദേഹത്തിന്റെ സിത്താർ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ഇന്ത്യൻ കൾച്ചർ ഒരു വലിയ ആവേശമായിട്ട് മാറുന്നൊരു സ്വഭാവം, ആ ഒരു അവസ്ഥ ഈ ഹിപ്പി സംസ്കാരത്തിനുണ്ട്. മാത്രമല്ല യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നും അമേരിക്കയിൽ നിന്ന് നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് ഗോവയിലേക്ക് വരുന്നു, കാഠ്മണ്ഡുവിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഇന്ത്യ പിൽക്കാലത്ത് വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു ആകർഷണമായിട്ട്, ഞാൻ ഇതിനെ ആദർശവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്, പകരം ഇത് വളരെ വിചിത്രമായ ആകർഷണമാണ്. ഇന്ത്യൻനെസ് എന്ന് പറയുന്നത് പിന്നീട് എങ്ങനെയാണ് ലോകം അതിനെ കാണുന്നത്, യുവത്വം എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ 70കളിൽ വരുമ്പോഴേക്ക് അടിയന്തരാവസ്ഥ വരുന്നു. അതുപോലെ നക്സലൈറ്റ് മൂവ്മെന്റിന്റെ തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രസക്തി, അവയുടെ അടിച്ചമർത്തൽ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുന്നു. 90കളാകുമ്പോഴേക്കും വർഗീയ കലാപങ്ങൾ വരുന്നു. 92 ആ ഒരു കാലഘട്ടത്തില് നമുക്കറിയാം ഉണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങൾ, ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് തൊട്ട് പിന്നാലെ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാലഘട്ടം, ഒരു പ്രാകൃത സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ ഓരോ സംസ്കാരത്തെ കുറിച്ച് ആലോചിക്കുന്ന ഓരോരുത്തർക്കും തോന്നുന്ന ഒരു കാലഘട്ടമാണത്. അതുകൊണ്ട് തന്നെ എത്ര പേര് കൊല്ലപ്പെടുന്നു, നമുക്ക് ആ ഒരു കാലം നന്നായിട്ട് ഓർമ്മയുള്ളത്. വളരെ സൗഹൃദത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തീ കത്തിപ്പടരുകയും അത് കണ്ടു നിൽക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവം എനിക്ക് തന്നെ നേരിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്തരത്തില് അതുപോലെ നിരപരാധികളായിട്ടുള്ള നിരവധി മനുഷ്യരെ കൊല്ലപ്പെടുക, ഇങ്ങനെ ഒരു അന്തരീക്ഷമായിട്ട് ആ ഒരു കാലഘട്ടത്തെ, ആ ഒരു കാലവും ഇതില് എന്താ പറയണ്ടേ, ഈ 90കളുടെ സമയത്തുണ്ടായ വർഗീയ കലാപങ്ങൾ ഈ നോവലില് ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ രീതിയിൽ ഈ ചരിത്രത്തിൽ മറക്കരുതാത്ത സംഭവങ്ങൾ, അതാണ് ഈ 3 നോവലിൽ വരുന്നത്. ഈ പറഞ്ഞ മൂന്നാമത്തെ ഈ അവസാന ഭാഗം വരെ വരുമ്പോഴും ആദ്യം പറഞ്ഞ വാചകത്തിലാണ് കുറച്ച് നിൽക്കുന്നത്. വളരെ സൂക്ഷിച്ചു വേണം. ചരിത്രം ഒരു കുടത്തിൽ അടക്കം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭൂതത്തെ അടക്കം ചെയ്തിട്ടുള്ള ഒരു കുടമാണ്. അത് തുറന്നു കഴിഞ്ഞാൽ ഭൂതം എന്നുള്ള വാക്കിന്റെ മീനിങ് ഊഹിക്കാമല്ലോ, ഭൂതകാലവുമാണ്. അതേസമയത്ത് അത് ഒരു കുപ്പിയിലടച്ച ഭൂതം തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് വളരെ അനിയന്ത്രിതമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വേറൊരു അവസ്ഥയിലേക്ക് മാറും. പക്ഷെ ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആദർശം ഒരുമയുടേതും സാഹോദര്യത്തിൻ്റെതും മൈത്രിയുടേതും ആയിട്ടുള്ള ഒരു ആശയമാണ്. അതാണ് തുടക്കം മുതൽ തീരുന്നവരെ ഈ നോവലില് ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നത്. അത് വേറൊരു തരത്തിലാണ് ഇതിൽ വരുന്നത്. അത് തീർച്ചയായിട്ടും വായനാനുഭവത്തിലൂടെ തന്നെ കിട്ടേണ്ടതാണെന്ന് തോന്നുന്നു. നോവൽ ത്രയം എന്ന ഒരു സങ്കല്പനം തീർച്ചയായും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സങ്കല്പം തീർച്ചയായും ഈ എഴുതി തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. നിലമ്പൂത്ത് മലർന്നതാൾ എന്നുള്ള നോവല് സംഘകാലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതാൻ മാത്രമാണ് വാസ്തവത്തിൽ ആദ്യം തീരുമാനിച്ചത്. അത് തന്നെ മുഴുവനാക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ഉത്കണ്ഠയിലാണ് അത് എഴുതുന്നത്. ഏതായാലും ആ നോവല് ആ രീതിയിൽ അത് മുഴുവനാക്കാൻ സാധിച്ചു. അങ്ങനെ അത് പുറത്തു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു നോവൽ എഴുതാൻ ആഗ്രഹിച്ചപ്പോഴാണ് എങ്ങനെ വേണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയത്ത് വിചാരിച്ചത് ഇതിന് ശേഷമുള്ള ചില കാലഘട്ടങ്ങളുണ്ടല്ലോ, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇതിന് ശേഷം ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് 8ാം നൂറ്റാണ്ട് വളരെ പ്രധാനപ്പെട്ട ഇരുളടഞ്ഞ ഏടുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ കാലഘട്ടം വളരെ പ്രധാനമാണ്. ബ്രാഹ്മണാധിപത്യത്തിന് ശേഷം വരുന്ന കാലവും വളരെ പ്രധാനമാണ്. അപ്പൊ 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ആണ് ഈ രീതിയിൽ ഉള്ളത്, 8ാം നൂറ്റാണ്ട് 12ാം നൂറ്റാണ്ട്. പക്ഷെ എനിക്കറിയില്ല നോവൽ എഴുതുന്നതിനൊരു ഇതേപോലെ ബോധപൂർവം നമ്മളൊരു തീം ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണോ എന്ന് സത്യത്തിൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല. കാരണം ഇതെല്ലാം ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. കാരണം ഒരു തീം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ ചരിത്രത്തിന്റെ ഒരു പ്രസൻസ് അതിനകത്തേക്ക് വന്ന് കയറുകയോ അങ്ങനെ എന്തോ രീതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മുറിനാവ് എന്നുള്ള നോവലില് വരുമ്പോഴേക്കുമാണ്
അല്ലെങ്കിൽ ആ നോവൽ എഴുതിയതിന് ശേഷമാണ് മൂന്നാമത്തെ ഒരു നോവൽ, അപ്പൊ ഒരു ത്രയം എന്ന് പറയുന്ന ഒരു സങ്കല്പനം തന്നെ ഉണ്ടാവുന്നത്. അല്ലാതെ തുടക്കത്തിലെ 3 നോവലുകളായി കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ അവതരിപ്പിക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ടല്ല ഇങ്ങനെ ഈ നോവലുകൾ എഴുതിയത്. അപ്പൊ ഈ മൂന്നാമത്തെ നോവൽ വരുമ്പോഴാണ് വാസ്തവത്തിൽ ത്രയം എന്നുള്ള ഒരു സങ്കല്പനം തന്നെ വരുന്നത്. മാത്രമല്ല അത് സമകാലികമായ ജീവിതത്തിലേക്ക് വന്ന് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ട് കൊളോണിയലിസത്തിന്റെ തുടക്കകാലമാണ്, കൊളോണിയൽ ഭരണം ആരംഭിക്കുന്ന തുടക്കകാലമാണ്. 20-ാം നൂറ്റാണ്ടിലും ഇന്ത്യ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായതിനു ശേഷവും തുടരുന്ന ചില കൊളോണിയൽ കൊടുക്കൽ വാങ്ങലുകൾ ആണ് ഈ നോവലിന്റെ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങൾ അടയാളപ്പെടുത്തിയപ്പോൾ യാദൃച്ഛികമായിട്ടത് 3 നോവലുകളായിട്ട് വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ത്രയം എന്ന് പറയുമ്പോഴേക്കും അത്തരത്തിലുള്ള ത്രയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നോവൽ ത്രയം എന്ന് പറയാവുന്ന രീതിയിലുള്ള നിരവധി വർക്കുകൾ ലോകത്ത് പല ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ തന്നെ 3 ചരിത്ര നോവലുകൾ എഴുതുന്നത് CV രാമപിള്ളയുടെ നോവലുകൾ തുടങ്ങുന്ന ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ അതിനുശേഷം അധികം തുടർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ത്രയം ആകുമ്പോൾ പോലും ഇവ തമ്മിൽ പരസ്പരം ഒരു ബന്ധവുമില്ല. എന്നുവെച്ചാൽ പല കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥാപാത്രങ്ങൾ പ്രത്യേകമാണ്, സംഭവങ്ങൾ വ്യത്യസ്തമാണ്. ഒരു കഥാപാത്രം പോലും വേറൊരു നോവൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ രീതിയിൽ പൂർണ്ണമായും വ്യത്യസ്തമായ 3 കഥകളും 3 സന്ദർഭങ്ങളും 3 സംഭവങ്ങളും ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഭവങ്ങളുടെ സമാഹാരങ്ങൾ എന്ന നിലയ്ക്കാണ് ഇതെല്ലാം വരുന്നത്. ഭാഷയിൽ പോലും ആ പരിണാമം എന്നുള്ളൊരു സംഗതിക്കാണ് പ്രാധാന്യം. പരസ്പരം ബന്ധം ഇല്ല. വാസ്തവത്തില് കല, സാഹിത്യം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ അത് എഴുത്തിൽ വളരെ സ്വാഭാവികമായിട്ട് തന്നെ സംഭവിക്കാറുണ്ട്. കവിതകളുടെ ഒരു പ്രസൻസ് കാരണം എന്താ വെച്ചാല്, ഇപ്പൊ സംഘകാല ജീവിതം പറയുന്ന നിലമ്പൂത്ത് മലർന്ന നാളില് പാണരും കൂത്തരുമാണ് കഥാപാത്രങ്ങൾ. പാണരെന്ന് പറയുമ്പോൾ പാട്ടുപാടി ജീവിച്ചവരാണ്, കൂത്തര് നൃത്തമാടി ആട്ടമാടി ജീവിച്ചവരാണ്. അപ്പൊ ഡാൻസിന്റെയും പാട്ടിന്റെയുമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ അതിന് കയറി വരുന്നുണ്ട്. മുറിനാവില് അത്രയധികം ഇല്ലെങ്കിലും അതിലും പ്രത്യേകിച്ച് കന്നഡ വചന കവിതാ പ്രസ്ഥാനം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വചന കവിത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹിക ആയിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്, അതായത് ഈ ബസവണ്ണയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ആ പുതിയ പരിഷ്കാരത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം ഇതാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കവിതകൾ എഴുതാം. ആ കവിതകൾ എഴുതുന്നതിന് വേണ്ടി അനുഭവ മണ്ഡപം എന്നൊരു സ്ഥാപനം തന്നെ അദ്ദേഹം സ്ഥാപിക്കുകയാണ്. എന്നിട്ട് അവിടെ ബസവണ്ണ കവിതകൾ എഴുതുന്നു, അല്ലമപ്രഭു കവിതകൾ എഴുതുന്നു, അക്കമഹാദേവി കവിതകൾ എഴുതുന്നു. ഇവരെല്ലാവരും കവികൾ കൂടിയാണ്. ഈ സാമൂഹ്യ പ്രവർത്തകരെന്നും കവികളെന്നും ഭക്തരെന്നും ഒക്കെ പറയാവുന്ന ഒരു വിഭാഗമാണ്. അവിടെയും കവിത വളരെ പ്രധാനപ്പെട്ട ആവിഷ്കാര മാധ്യമമാണ്. ആവിഷ്കാര മാധ്യമം മാത്രമല്ല, ഒരു പ്രതിരോധ മാർഗം കൂടിയാണ്. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രവർത്തനത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ അവയുടെ പ്രതികരണങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ വളരെ ലൗഡായി പ്രതികരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല പറയുന്ന കാര്യം പരമാവധി രൂക്ഷമായി പറയുക, അതിന്റെ ബഹുമുഖമായ വശങ്ങൾ പരിഗണിക്കുന്നതിന് പകരം അവരവർ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അവരവരുടെ സ്വന്തം എന്ന് വിചാരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായ വിശകലനങ്ങളും ഒക്കെ മാത്രം പിന്തുടർന്നുകൊണ്ട് ഒരു പ്രശ്നത്തിന്റെ വിവിധ മുഖങ്ങൾ പരിശോധിക്കാതെ ഒരു പ്രത്യേക വശം മാത്രം പരിഗണിച്ചുകൊണ്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പൊതുവായിട്ടുള്ള രീതി. പക്ഷെ പ്രായോഗിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പൊതുവായിട്ടുള്ള രീതി, ഇതിന് വലിയൊരു പ്രചാരവും എല്ലാ കാലത്തും കിട്ടാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് സത്യം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറയുന്നതിലാണെങ്കിൽ ഇപ്പോ OV വിജയന്റെ ഖസാക്കിൻ ഇതിഹാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വരുന്നൊരു വാചകമുണ്ട്, സത്യം എന്നാ എന്ന് ചോദിക്കുമ്പോൾ സത്യം പലത് എന്നൊരു വാചകം മറുപടിയാണ് വരിക. ഒരു സത്യമല്ല ഉള്ളത്, പല സത്യങ്ങളാണ്. അപ്പൊ ഈ പല സത്യങ്ങളെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റും? അത് പലപ്പോഴും അതിന് സാധിക്കുന്നത് സാഹിത്യകൃതികളിലും അല്ലെങ്കിൽ മറ്റ് കലകളിലും കൂടിയായിരിക്കും. അതാണ് ഇവയുടെ ഒരു പ്രധാനപ്പെട്ട പ്രസക്തിയായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നത്. നമുക്ക് സത്യം പറയാൻ വേറെ മാർഗമൊന്നുമില്ല. ബഹുമുഖമായ സങ്കീർണമായ ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ഓരോ കാര്യവും, ഓരോ സംഭവവും. നിങ്ങളിപ്പോൾ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ആ സംഭവത്തിന്റെ പല ഇടറുകളാണ് നിങ്ങൾ പരിശോധിക്കുന്നതെങ്കിൽ വളരെ സങ്കീർണമാണ്, ബഹുമുഖമായ വളരെ സങ്കീർണമായ പല അടരുകളുള്ള പല ആഴങ്ങളുള്ള ഒരു സംഗതിയായിട്ട് മാറുന്നത് കാണാം. അത്തരത്തിലുള്ള വൈവിധ്യങ്ങളെയും സങ്കീർണതകളെയും വൈരുദ്ധ്യങ്ങളെയും ഒക്കെ അഡ്രസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഇപ്പോഴും കലയും സാഹിത്യവുമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഈ നോവലുകളാണെങ്കിൽ തന്നെ നോവലുകൾ സ്വയമേവ സാഹിത്യ സൃഷ്ടികളാണെങ്കിലും അതിനുള്ളിൽ തന്നെ കലയും സാഹിത്യവും വീണ്ടും പ്രമേയങ്ങളായിട്ട്
വരുന്നത് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ മണൽപ്പാവയിലാണെങ്കിൽ ഇതിന്റെ ഒരു എഴുത്ത് തന്നെ വാസ്തവത്തിൽ വളരെ എൻജോയ് ചെയ്ത് എഴുതിയ ഒരു സംഗതിയുണ്ട് മണൽപ്പാവ എന്നുള്ള നോവല്. ഈ ഞാൻ നേരത്തെ തൊട്ട് ചെറുപ്പം മുതൽ തന്നെ വെസ്റ്റേൺ പോപ്പ് മ്യൂസിക് കേൾക്കാറുള്ള ആളാണ്. അതിനോട് വലിയ ആവേശവുമുണ്ട്. അതിനെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ബീറ്റിൽസിന്റെ അല്ലെങ്കിൽ ബോണി എമ്മിന്റെ അല്ലെങ്കിൽ ബോബ് മാർലിയുടെ, അങ്ങനെ നിരവധി ഇവരിലുള്ള പ്രധാനപ്പെട്ട മൈക്കൽ ജാക്സന്റെ, മഡോണയുടെ വരെ ഒക്കെ അങ്ങനെയുള്ള നിരവധി സംഗീതജ്ഞരുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മ്യൂസീഷ്യൻസിന്റെ ആവിഷ്കാരങ്ങളെ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട ആനുകാലികങ്ങളിലെല്ലാം അത് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. DC ബുക്സ് തന്നെ അത് നിറപ്പകിട്ടുള്ള നൃത്തസംഗീതം എന്നുള്ള പുസ്തകം ആക്കിയിട്ടുണ്ട്. അപ്പോ അതിന്റെ ആ ഒരു കൾച്ചർ എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഈ നോവലെടുത്ത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന ഒരു സംഗതിയായിരുന്നു. എന്നുവെച്ചാൽ ഈ ഹിപ്പി കൾച്ചറും ഒക്കെ എനിക്ക് എന്റെ സ്വന്തം കാര്യം പോലെ പരിചിതമായ സംഗതികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ആ സംഗീതം ഇങ്ങനെ അല്ലെങ്കിൽ ബോൺ ജോവിയുടെയോ അല്ലെങ്കിൽ ഈഗിൾസിന്റെയോ അല്ലെങ്കിൽ മറ്റേ ടോറി അമോസിന്റെയോ ഇങ്ങനെ നിരവധി ആളുകളുടെ പാട്ടുകളൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് പലതും മനപ്പാടാണ് ഇത്തരത്തിലുള്ള പാട്ടുകൾ നിരവധി തവണ കേട്ട് പരിചയമുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ രീതിയിൽ എൻജോയ് ചെയ്താണ് ഇത് എഴുതിയത്. അപ്പൊ ആ ഒരു സംഗീതാത്മകത വാസ്തവത്തിൽ എന്താണ് നമ്മളെ എഴുത്ത് വളരെ ഒരു ആനന്ദകരമായ അനുഭവമാക്കിയ, അതിലുള്ള സംഘർഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും അതിനെ ഒരു ആനന്ദകരമായ അനുഭവമാക്കിയ ഒരു സംഗതിയാണ്. അതേ സമയത്ത് ഈ ഇപ്പൊ ഇതിലാണെങ്കിൽ ഈ 16-ാം നൂറ്റാണ്ടിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം നമുക്കറിയാലോ. ഓരോ നോവലിലും ഓരോ തരത്തിലാണ് രണ്ട് കാലങ്ങളെ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് 16-ാം നൂറ്റാണ്ടിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണല്ലോ ഈ ചരിത്രത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അതിനെ സമീപിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട്. അതായത് ഈ ഹൂഡണിറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള നോവലുകൾ, ചരിത്രത്തെ ഒരു കൗതുകമായിട്ട് ഉപയോഗിക്കുന്ന നോവലുകൾ, ഈ അല്ലെങ്കിൽ സിനിമകൾ, അവിടെ എന്താണ് ഒരു പ്രമേയപരമായ ഒരു പുതുമ അല്ലെങ്കിൽ സമകാലികമായ എന്തെങ്കിലും ഒരു സംഗതി ആണെങ്കിൽ തന്നെ അതിനെ കൊണ്ട് കണക്ട് ചെയ്യാൻ പാകത്തിന്, അതിനൊരു സസ്പെൻസിനെ പൂരിപ്പിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പുതുമയ്ക്ക് വേണ്ടിയോ കൗതുകത്തിന് വേണ്ടിയിട്ടാണോ പലപ്പോഴും ഈ ഹൂഡണിറ്റ് നോവലുകൾ ശ്രമിക്കുന്നത്. ഇതൊരു റേണർ എന്നുള്ള നിലയ്ക്ക് തന്നെ പാശ്ചാത്യ നാടുകളിലെ പോപ്പുലർ ഫിക്ഷന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു സംഗതിയാണ്. അത് ചരിത്രത്തിലും നമ്മള് ഈ ഹോളിവുഡ് സിനിമകളിലും ഇത്തരത്തിലുള്ള സംഗതികൾ ധാരാളം കാണാൻ പറ്റും. ഇത്തരത്തിൽ ചരിത്രത്തെ പലതരത്തിൽ കൗതുകം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു രീതി. അപ്പൊ അത്തരത്തിലൊരു കൾച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമാ സംസ്കാരത്തിലുള്ള ഇത്തരത്തിലുള്ള ആ ഒരു സ്വഭാവം കൂടി ഉള്ളതുകൊണ്ട് 16-ാം നൂറ്റാണ്ടിലെ ഒരു കഥാപാത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു തിരക്കഥ ഇതിലെ കഥാപാത്രം എഴുതുകയാണ്. അപ്പൊ ആ തിരക്കഥയിലൂടെയാണ് പഴയ കാലത്തെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊന്നും പറയാൻ പറ്റാത്തൊരു തലം കൂടി വാസ്തവത്തിൽ മുറുനാവിനുണ്ട്, ഈ മണൽപ്പാവ എന്ന് പറയുന്ന നോവലുണ്ട്. കാരണം എന്താ വെച്ചാല് അവിടെ ഞാൻ ഈ പറയുന്നതിനൊക്കെ ലംഘിക്കുന്ന സംഗതികൾ അതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അതാണ് അതിലെ ഒരു കൗതുകരമായിട്ടുള്ള കാര്യം. ഒരു തരത്തിൽ നോവലിനെ കുറിച്ച് എത്രയൊക്കെ സംസാരിച്ചാലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അത് സ്വയം സംസാരിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നോവലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ അതിലെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു കണ്ടന്റ്, അതിന് പകരം ഇതിന്റെ ചില സാഹചര്യങ്ങളും ഒക്കെയാണ് നമുക്ക് വിശദീകരിക്കേണ്ടി വരിക. അതിന് പകരം ഈ നോവലിനെ കുറിച്ച് നല്ല ഏത് നോവലിനെ കുറിച്ചായാലും നമ്മൾ ഒരു നോവലിനെ കുറിച്ച് സ്വയം സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം അതിൽ നിന്ന് പുറത്ത് നിരവധി എത്ര സംഗതികൾ ആ നോവലിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് കാരണം വെച്ചാൽ എഴുത്തിന്റെ ഓരോ സന്ദർഭത്തിലും അഡ്രസ് ചെയ്യുന്ന അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എഴുത്ത് എന്ന് പറയുന്നത്. അത് എനിക്കത് 2-3 നോവൽ എഴുതുമ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂത്ത് മറന്നാൾ എഴുതിയപ്പോൾ കപിലൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു പരിണാമഘട്ടത്തില്, അതേപോലെ തന്നെ ഈ മുറിനാവില് ഈ ബസവണ്ണ കൂടല സംഗമത്തിൽ തിരിച്ചെത്തിയിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നൊരു സന്ദർഭമുണ്ട്. അവിടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ നോവലിൽ ഞാൻ പിന്നെ അത് പറയുന്നില്ല. ഇത് വളരെ വൈകാരികമായ ഇതിന്റെ ഒരു സസ്പെൻസുമായിട്ട് കൂടി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ആ ഒരു സന്ദർഭം അതും വളരെ ഇമോഷണൽ ആയിട്ടിരുന്നാണ് എഴുതുക വരെ ചെയ്തത്. എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, അന്ന് അത് കാണാൻ വന്ന സുഹൃത്തുക്കൾ സംസാരിച്ചപ്പോൾ പോലും നമുക്ക് ആ ഇമോഷനിൽ നിന്ന് സ്വയം മോചനം നേടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു നോവൽ എഴുതുക, പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് സാഹിത്യകൃതി എഴുതേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും
ഈ ആത്മാവിഷ്കാരത്തിന്റെ ഒരു തലം കവിതയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു തലം നോവലിനുണ്ട്. അതുകൊണ്ട് തന്നെ കവിതാ നോവൽ അത്തരത്തിലുള്ള ലിറ്റററി ഏർണേഴ്സിന്റെ ഈ വിശുദ്ധി സംരക്ഷിക്കുന്നതിന് പകരം നമ്മളിതെല്ലാം ഇടകലർത്തി അതായത് ഇങ്ങനെയൊക്കെ ഇടകലർത്തി ഇതൊക്കെ ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു ഇമോഷന്റെ തലം നഷ്ടമാകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ജീവിതം ആണ് എന്തൊക്കെ പറഞ്ഞാലും ഏത് സാഹിത്യകൃതിയുടെയും ഒരു അടിസ്ഥാനം ഇമോഷനിലൂടെ. ഇപ്പൊ ടോൾസ്റ്റോയുടെ ഒക്കെ ഭാഷയെ പറഞ്ഞാൽ ടോൾസ്റ്റോയ് പറയുന്നുണ്ട്, സാഹിത്യകൃതിയോ അല്ലെങ്കിൽ കലാസൃഷ്ടിയോ നമ്മളിൽ അത് വൈകാരികമായിട്ട് നമ്മളെ ഇൻഫെക്ട് ചെയ്യണം എന്നുള്ളത്. ആ ഇൻഫെക്ഷൻ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ ഇൻഫെക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ മറ്റൊരാളെ കരയിക്കണമെങ്കിൽ ഞാൻ ഉറക്കെ കരഞ്ഞിട്ട് കാര്യമില്ല. പകരം അത് ഭാഷയിലൂടെയാണ് അത് സംഭവിക്കുന്നത്. അത് കൃത്രിമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എവിടെ വെച്ചിട്ടാണ് ഒരാൾക്ക് ഒരു സംഗതി ഇമോഷണലായിട്ട് അയാളെ ബാധിക്കുക എന്ന് നമുക്ക് നേരിട്ട് പ്രവചിക്കാൻ തന്നെ പറ്റുകയുമില്ല. എങ്കിലും തീർച്ചയായും ഞാൻ എഴുതുന്ന കൃതികളിൽ ഒരു ഇമോഷന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവും. അത് ഏത് സ്ഥലത്തും ഈ ഭാഷ പോലും വളരെ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഭാഷയ്ക്ക് പകരം അതിലൊരു പോയറ്റിക് ലാംഗ്വേജിന്റെ ഒരു സ്വഭാവം വരുന്നത് പോലും ഇമോഷനുമായിട്ട് കൂടി കണക്ട് ചെയ്യപ്പെട്ടിട്ടാണെന്നർത്ഥം. അങ്ങനെ ഏത് നോവലിലും ഇത് വളരെ പ്ലേഫുൾ ആയിട്ട് വായിക്കാവുന്ന ഒരു നോവലാണ് മണൽപ്പാവ. പക്ഷെ അതിനകത്ത് പോലും ഈ ഇമോഷന്റെ ഒരു കണ്ടന്റ്, ഒരു ഇമോഷണൽ കണ്ടന്റ് ഇതിനകത്തും ഉണ്ട്. അത് തീർച്ചയായിട്ടും വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അതൊരു അനിവാര്യ ഘടകമായിട്ട് ഞാൻ കരുതുകയും ചെയ്യുന്നു.